ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന സേതുവിന്റെയും പല്ലവിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട്, 1K ലൈക്കാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പല്ലവി കുറച്ച് ഉപ്പുമാവൊക്കെ സേതുവിന് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ പല്ലവി പറയുകയാണ്, സേതുവേട്ടൻ പൊന്നുംപടത്തിൽ പോണം, അവിടെ ചെന്ന് അച്ഛന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് 16-ന്റെ അന്നേ ഇനി തിരിച്ചു വരാൻ പാടുള്ളൂ. ഞാൻ പറയുന്നത് സേതുവേട്ടന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം നമ്മുടെ സേതു ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം മൗനം പാലിച്ചിട്ട് നമ്മുടെ സേതു പറയുകയാണ്, ഓക്കെ ഞാൻ പൊക്കോളാം. ഏതായാലും പല്ലവി, നീ എന്നോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ, അപ്പൊ പിന്നെ ഞാൻ പോകാതെ എന്ത് ചെയ്യാനാ? ഏതായാലും ഞാൻ പോകുക. എന്ത് വന്നാലും എന്ത് സഹിക്കാനും തയ്യാറായിട്ടൊന്നുമല്ല ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ നിന്ന് അവിടെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോരും എന്ന് പറഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു, ഓക്കെ തിരിച്ചു പോന്നോ സേതുവേട്ടൻ, തിരിച്ചു പോരണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സേതുവേട്ടൻ ഓർക്കണം, സേതുവേട്ടന്റെ അച്ഛനാണ്, സേതുവേട്ടന് ജന്മം നൽകിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് ശാന്തി കിട്ടുക എന്നതിൽ ആ ഒരു അവകാശം, ആ ഒരു അയാളുടെ ആത്മാവിന് ശാന്തി നേടിക്കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു അവകാശം, അത് ഒരു സ്വന്തം മകനെന്ന നിലയിൽ സേതുവേട്ടനുള്ളതാണ്. അപ്പൊ സേതുവേട്ടൻ പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ സേതു പോകാൻ തയ്യാറാവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ കുറുപ്പമ്മാവൻ പല്ലവീനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, മോളെ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ അവനോട് പറഞ്ഞോ, അവൻ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറായോ എന്ന് ചോദിച്ചപ്പം കുറുപ്പേട്ട ഉറപ്പായിട്ടും സേതുവേട്ടൻ ഇന്ന് അവിടെ എത്തും, ഇനി 16 കഴിയാതെ സേതുവേട്ടൻ ഇങ്ങോട്ട് വരത്തില്ല, അത് ഞാനല്ലേ വാക്ക് തന്നത്, ഏതായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സേതുവേട്ടൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു മോള് പറഞ്ഞാൽ സേതു സമ്മതിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോളോട് വിളിച്ച് പറഞ്ഞത്. ഏതായാലും ഞാൻ വിളിച്ചെന്നോ ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് സേതു കട്ട് ചെയ്തു കേട്ടോ. അപ്പൊ സേതുവിന് അറിയാം പല്ലവി പറഞ്ഞാൽ, കുറുപ്പ് കട്ട് ചെയ്തു. അപ്പം കുറുപ്പമ്മാവൻ അറിയാം പല്ലവി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സേതു സമ്മതിക്കുമെന്ന്. ഏതായാലും സേതു പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ഇതേ സമയം സേതു അങ്ങ് പോവുകയാണ്. അപ്പൊ സേതു പോയി, പല്ലവി അങ്ങ് പോയി. അപ്പോഴത്തേക്ക് കൂട്ടുകാരൻ പറയുന്നുണ്ട്, നമ്മുടെ മിത്രേട്ടനൊക്കെ പറയുന്നുണ്ട്, ഏതായാലും പല്ലവി പറയുന്നത് കേട്ടല്ലോ, സേതു കേട്ടല്ലോ, ഒരു പെണ്ണ് ജീവിതത്തിൽ വന്നാൽ പല മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതിലൊരു മാറ്റം തന്നെ ഇത്. നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേൾക്കാത്ത കാര്യമാണല്ലോ ഇപ്പം പല്ലവി പറഞ്ഞിട്ട് കേട്ടത്. ഏതായാലും സേതുവും പല്ലവിയും അങ്ങനെ പോട്ടെ, നമുക്ക് അവരൊരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാ ഇനി പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കൂടെ ഹരിയും നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഈ സേതുവും പല്ലവിയും തമ്മിലുള്ള ബന്ധവും അവർ വിവാഹം കഴിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്. നമ്മുടെ സേതുവിനും താല്പര്യമുണ്ട് കേട്ടോ, പല്ലവിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. പല്ലവിക്കും ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സേതുവും പല്ലവിയും അവിടെ നിന്ന് പോകുന്നത് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ നിപ്പുണ്ട്. ഇന്ദ്രനെ അറിയാലോ, നമ്മുടെ പല്ലവിയുടെ ഹസ്ബൻഡാണ്, ഒരു ദിവസം പോലും കൂടെ താമസിച്ചിട്ടില്ല. അങ്ങനെ നോക്കി നിപ്പുണ്ട്. എന്നിട്ട് ഇവിടെ കയറിയിറക്കം തുടങ്ങിയല്ലേ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല. ഇത്രയും ദിവസം ഈ ഇന്ദ്രൻ ഒന്നും ചെയ്യാതിരുന്നത് വെറും മറ്റവനായിട്ടൊന്നുമല്ല, ഈ ഇന്ദ്രൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഇന്ദ്രന്റെ അമ്മ അവിടെ എന്തോ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ദ്രൻ വന്ന് വെള്ളം കുടിക്കുന്നു, വെപ്രാളപ്പെട്ട എന്തൊക്കെയോ കാണിക്കുന്നൊക്കെയുണ്ട്. അപ്പൊ മനസ്സിൽ എന്തോ ഉള്ളതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇന്ദ്രന്റെ അമ്മ ചോദിച്ചു, നിനക്ക് എന്താടാ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം, ഞാൻ ആ പല്ലവീനെ കണ്ടായിരുന്നു, അവളിപ്പോ ഏത് നേരവും ആ സേതുവിന്റെ വീട്ടിൽ തന്നെയാ, അവിടെ കയറി ഇറങ്ങല അവളുടെ പരിപാടി എന്ന് പറഞ്ഞപ്പം, എങ്കിൽ പിന്നെ അത് ശരിയാവില്ലല്ലോ മോനെ, അങ്ങനെ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അവിഹിതം നടക്കുന്നുണ്ട്, ആ വീട്ടിനകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം, അവിഹിതം അത് നടക്കുകയോ നടക്കാതിരിക്കുകയോ, അല്ല മോനെന്താ ഇനി ചെയ്യാൻ പ്ലാന്? ഇനിയിപ്പം അവളെ മോന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ട. അതിനു മുമ്പായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, മോന് എത്രയും പെട്ടെന്ന് കുടുംബ കോടതിയിൽ ഒരു പരാതി കൊടുത്ത് ഡിവോഴ്സ് മേടിക്കണം, അതാ ഇനി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പം, ഡിവോഴ്സ് അത് ഞാൻ മേടിക്കാനോ? ഇല്ല, ഒരിക്കലും ഇപ്പം ഡിവോഴ്സ് മേടിക്കേണ്ട കാര്യമില്ല. ഈ ഇന്ദ്രൻ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ നോവിച്ചവളെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇപ്പൊ ഡിവോഴ്സ് അല്ല വേണ്ടത്. അല്ല മോൻ എന്താ പറഞ്ഞു വരുന്നത്? അല്ല മോന്റെ മനസ്സിലെ പ്ലാന് അതിപ്പോ അമ്മയോട് പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മയെ കാത്തിരുന്ന് കാണുന്നതാണ് അതിൻ്റെതായ ഒരു രസവും അതിൻ്റെതായ ഒരു തൃപ്തിയും കിട്ടുന്നത്. ഞാനിപ്പോ പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ ഒരു തൃപ്തി പോകും. അമ്മ കണ്ടോ ഈ ഇന്ദ്രൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോഴത്തേക്കും കയ്യിലിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾ കട്ടർ വെച്ചിട്ട് വെജിറ്റബിൾ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഇന്ദ്രന്റെ അമ്മ പറഞ്ഞു, അവളെന്റെ കൈ കിട്ടുവാണെങ്കിൽ ഈ പച്ചക്കറി അരിയുന്ന പോലെ ഞാൻ അരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ. അത്രമാത്രം നമ്മുടെ പല്ലവിയോട് ദേഷ്യമാണ്.
ഏതായാലും ഈ ഒരു സമയം കാണിക്കുന്നത് നമ്മുടെ പല്ലവിയുടെ അമ്മേനെയാണ്. അപ്പൊ പല്ലവിയുടെ അമ്മ ഇങ്ങനെ തയ്ച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇന്ദ്രന്റെ അമ്മ ഫോൺ വിളിച്ചിട്ട് ചുമ്മാ എന്താ പറയുക, അപമാനിക്കുന്ന രീതിയിൽ ഓരോന്ന് പറയുകയാണ്. അപ്പൊ സ്വന്തം മകളെ കുറിച്ച് ഇങ്ങനെ അവിഹിതമുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ആ സ്ത്രീ പറയുന്നത്, ഇന്ദ്രന്റെ അമ്മ പറയുന്നത്, നിന്റെ മകൾ പിഴയാണെന്നും നിന്റെ മകൾ ഇപ്പോൾ കയറി ഇറങ്ങുന്നത് സേതുവിന്റെ വീട്ടിലാണെന്നും അവക്ക് എവിടെയൊക്കെ ബന്ധമുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. നാട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചർച്ചയുണ്ടെന്നും ഒരു കുടുംബ പാരമ്പര്യം ഇല്ലാത്തടത്തു നിന്നാണല്ലോ, എന്റെ കുടുംബ മഹിമയില്ലാത്ത എടുത്തു നിന്നാണല്ലോ എന്റെ മകൻ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പല്ലവിയുടെ അമ്മ ഇതൊന്നും കേട്ടോണ്ടിരുന്നില്ല. തിരിച്ചു നല്ല തക്ക മറുപടിയൊക്കെ കൊടുത്തു. എന്റെ വീട്ടിലെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ കയറി കൊല്ലൂടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ പല്ലവിയുടെ അമ്മ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തെങ്കിലും ആ അമ്മയുടെ മനസ്സിൽ അത് വല്ലാത്ത മുറിവുണ്ടാക്കി. സ്വന്തം മകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഒരമ്മയും കേട്ടോണ്ട് നിൽക്കില്ല. ഈ സമയത്ത് നമ്മുടെ പല്ലവി കയറി വരികയാണ്. പല്ലവി കയറി വരുമ്പോഴത്തേക്കും എന്താ, അമ്മയുടെ ആ ഒരു ദേഷ്യം മുഴുവൻ പല്ലവിയുടെ ഫ്രണ്ടിലേക്ക് എടുത്തിടുക. അങ്ങനെ പല്ലവിയോട് പറയാ, നീ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി വെച്ചോ, ഇപ്പം ദേ എല്ലാവരും പറയുന്ന അവിഹിതമാണെന്ന്. നീ എവിടെ പോയിട്ട് അടി വരുന്നത്? അത് പിന്നെ ഞാൻ സേതുവിന്റെ വീട്ടില്. നീ എന്തിനാ അവിടെ എപ്പോഴും പോകുന്നത്? അതുകൊണ്ടല്ലേ നാട്ടുകാർ അതും ഇതുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. എനിക്കിവിടെ സൗര്യം വേണം. നീ മാത്രമല്ല പെൺകുട്ടിയായിട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ നിനക്കൊരു അനിയത്തിയുണ്ട്, അവക്കൊരു ജീവിതം ഉള്ളതാ, അത് നീ മറക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സേതുവേട്ടന്റെ വീട്ടിൽ പോയി നോർത്തോണ്ട് എന്താ അമ്മ പ്രശ്നം ഇരിക്കുന്നത്? അത് പിന്നെ സേതുവേട്ടന്റെ അച്ഛൻ മരിച്ച വിവരമൊക്കെ അറിയാലോ. സേതുവേട്ടന്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് നിനക്ക് എന്താടി പ്രശ്നം ഇരിക്കുന്നത്? നീ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ നോക്കുക, എന്നിട്ട് പോരെ മറ്റുള്ളവരുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവിനെ അതും ഇതുമൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും പല്ലവി അങ്ങോട്ടും അതും ഇതുമൊക്കെ പറഞ്ഞു. അങ്ങനെ പല്ലവി അങ്ങ് മാറിപ്പോയി. രണ്ട് കൈ കൂട്ടി അടിച്ചാലല്ലേ ഒച്ച ഉണ്ടാകത്തുള്ളൂ എന്നോർത്തായിരിക്കാം പല്ലവി ക്ഷമിച്ചിട്ട് അങ്ങ് മാറിപ്പോയി. ഇതേസമയം നമ്മുടെ സേതു പൊന്നുമടത്തിലെത്തിയിട്ട് കള്ളൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കുറുപ്പമാവ് വരികയാണ്. കുറുപ്പമാവ് വന്നിട്ട്, മോനെ എന്താ നീ കാണിക്കുന്നത്? എന്തിനാ ഇങ്ങനെ നീ മദ്യപിക്കുന്നത്? അല്ല, നീ പുറത്തു പോകുമ്പോൾ മദ്യപിക്കാറില്ലല്ലോ, പിന്നെ ഈ പൊന്നുമടത്തിൽ വന്ന് നീ എന്തിനാ മദ്യപിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവനെ വേണം, ഇവനെ ഇല്ലാതെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഉള്ളവർക്ക് ആർക്കും എന്നെ കണ്ടുകൂടാ. ആ തള്ളയ്ക്കും മക്കൾക്കൊക്കെ എന്നോട് കലിയാ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ, അതൊക്കെ നിന്റെ വെറും തോന്നലാ മോനെ. ആര് പറഞ്ഞു? ആ സ്ത്രീ ഉണ്ടല്ലോ, പൂർണിമയുടെ മനസ്സ് നിറയെ വിഷവാ. ആ സ്ത്രീയുടെ പുറമേ മാത്രമേ വെളുപ്പുള്ളൂ, അകം മൊത്തം കാർത്തിരുണ്ടായിരിക്കുന്നത്. എന്റെയും എൻ്റെ അമ്മയുടെയും ജീവിതം നശിപ്പിച്ച സ്ത്രീ ആ സ്ത്രീ. എൻ്റെ അച്ഛനും ആ സ്ത്രീയുടെ കൂടെ കൂട്ടുനിന്ന് എന്നെയും എൻ്റെ അമ്മയുടെയും ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. ഒരു മകനുണ്ടെന്ന് ആ അച്ഛൻ വിചാരിച്ചോ? ഇല്ലല്ലോ. ആ അച്ഛൻ എപ്പോഴും പ്രാധാന്യം ആ പൂർണിമ എന്ന് പറയുന്ന അവളെ ആയിരുന്നു. അവളെ എനിക്ക് കണ്ണിന് കണ്ടുകൂടാ. അവൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പുറമെ ചിരിച്ചു നടന്നിട്ട് മനസ്സിൽ വിഷമായിട്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട വിഷം തുപ്പുന്ന സ്ത്രീയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുറുപ്പമ്മാവൻ പറയുന്നുണ്ട്, മോന്റെ തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ. മോൻ തെറ്റിദ്ധരിക്കുന്നത് എന്തിനാണ് വെറുതെ? സത്യത്തിൽ പൂർണിമ ഒരു പാവാ, അത് നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, ആരും കൂടുതൽ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് പൂർണിമ എന്ന് പറയുന്ന അവളായിരിക്കും. അവളെ ഞാൻ ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ല. എന്റെ മനസ്സിൽ എന്നും അവൾക്ക് ശത്രുവിന്റെ സ്ഥാനം മാത്രം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും കുറുപ്പമ്മാവൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോനിങ്ങനെ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ ഋതിക വന്നു. പേരൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഋതിക വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഋതിക ഇത് കാണുകയാണ്, മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഋതികയ്ക്ക് ഇത് കണ്ടിട്ട് സഹിച്ചില്ല കേട്ടോ. ഋതികയ്ക്ക് ദേഷ്യം വന്നിട്ട് ഋതിക നേരെ പൂർണിമയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്താ അമ്മ ഈ വീട്ടിൽ കാണിക്കുന്നത്? അച്ഛൻ മരിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ആളെ പിടിച്ചിരുത്തി മദ്യപിപ്പിച്ച് മുക്കുടിയനായ അയാളെ കൊണ്ട് തന്നെയാണോ എൻ്റെ അച്ഛൻ്റെ കർമ്മം ചെയ്യിപ്പിക്കേണ്ടത്? ഇതൊന്നും എൻ്റെ അച്ഛന് കണ്ടാൽ സഹിക്കില്ല. അയാൾ അവിടെ നിന്ന് കുടിക്കോ? ഒരു കുടിയനുള്ള സ്ഥലത്ത് എങ്ങനെ മനസ്സമാധാനമായിട്ട് നമുക്കിവിടെ കഴിയാനായിട്ട് സാധിക്കും? എത്രയും പെട്ടെന്ന് സേതുവിനെ പറഞ്ഞു വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൂർണിമ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ വാശി പിടിച്ചാലും ഞാൻ പറഞ്ഞു വിടില്ല. കാരണമുണ്ട്. അദ്ദേഹത്തിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ഒരിക്കലെങ്കിലും അച്ഛ എന്ന് ആ സേതു വിളിക്കണമെന്ന്. അതോ നടന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് തീരുന്നത് വരെ, 16-ന്റെ അന്ന് വരെ സേതുവിനെ ഞാൻ പിടിച്ചിവിടെ നിർത്തും. അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സേതുവിനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ദേഷ്യം വന്നു കേട്ടോ. സ്വാതിക്കും ദേഷ്യം വന്നു, ഋതികയ്ക്ക് ദേഷ്യം വന്നു. പക്ഷെ മൂത്ത പെൺകുട്ടിക്ക് ദേഷ്യം വന്നില്ല. അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം. അതുമല്ല, മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തൊക്കെയോ നമ്മുടെ മാധവൻ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൂർണിമ രണ്ടും കൽപ്പിച്ചു പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും സേതു ഇവിടുന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ പല്ലവിനെയും പല്ലവിയുടെ അച്ഛനെയും പല്ലവിയുടെ അമ്മേനെയും പല്ലവിയുടെ അനിയത്തിനെയൊക്കെ തന്നെയാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. പല്ലവിക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും സങ്കടമൊക്കെയാണ് കേട്ടോ. കാരണം പല്ലവിയുടെ അമ്മ വഴക്ക് പറഞ്ഞല്ലോ, നമ്മുടെ സേതുവിന്റെ കാര്യം ചൊല്ലി വഴക്ക് പറഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ കൊതി കുത്തി മാറിയിരിക്കുക.
അപ്പോഴേക്കും നമ്മുടെ പല്ലവിയുടെ അച്ഛൻ പറഞ്ഞു, മോളെ, മാഷ് പറഞ്ഞു, മോളെ എന്തിനാ മോളെ ഇങ്ങനെ നീ മാറിയിരിക്കരുത്, അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും കിടക്കരുതെന്ന് പറഞ്ഞപ്പം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട അച്ഛാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനീതി പറഞ്ഞു, ബാ ചേച്ചി വന്ന് കഴിക്ക്, ദേ അമ്മ കാരണമാണ് ചേച്ചി ഫുഡ് കഴിക്കാത്തത്, അമ്മയല്ലേ ചേച്ചീനെ വഴക്ക് പറഞ്ഞത്, അതിന്റെ പിണക്കാ ചേച്ചിക്ക്, അമ്മ വിളിച്ചാലേ വരത്തുള്ളൂ ചേച്ചി എന്ന് പറഞ്ഞപ്പം നമ്മുടെ പല്ലവിയുടെ അമ്മ പറഞ്ഞു, അതെ ഞാൻ വിളിച്ചാലേ നീ വരത്തുള്ളെങ്കിൽ ബാ എൻ്റെ പൊന്നുമോള് വന്ന് കഴിക്കുക, അമ്മ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, ഇന്ദ്രന്റെ അമ്മ അതുപോലെ അമ്മയോട് സംസാരിച്ചത്, അതുകൊണ്ട് അമ്മ വായി തോന്നിയതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അനീതി പറഞ്ഞു, പിന്നെ അമ്മയ്ക്ക് എപ്പോഴും അതല്ലേ ഉള്ളൂ, വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുക, മക്കളെ വേദനിപ്പിക്കുക, അപ്പൊ അമ്മയ്ക്ക് ആശ്വാസം ആവൂല്ലോ എന്ന് പറഞ്ഞപ്പം അതല്ല മോളെ, ഒരമ്മയുടെ വിഷമം എന്തെന്ന് നിങ്ങൾക്കൊന്നും ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിനൊരു സമയമുണ്ട്, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ, എൻ്റെ മോള് വന്നേ, മോളോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ചേരെന്ന് പറഞ്ഞപ്പം അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നോട്, സേതു ഏട്ടനെയും എന്നെയും തമ്മിൽ സംശയിച്ചു, അത് വലിയ തെറ്റ് തന്നെയാണ്, ഞങ്ങളുടെ ഇടയിൽ വേറൊരു ബന്ധവുമില്ല, അത് അമ്മയ്ക്ക് ഞാൻ ഉറപ്പ് തരാം, ഇനി ഒരിക്കലും അമ്മ സംശയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഇനി ഒരിക്കലും ഈ അമ്മ സംശയിക്കില്ല, എൻ്റെ പൊന്നുമോള് ബാ വാരി കഴിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു വാ വാരി തരുമെന്ന് ചോദിക്കും, ഒരു വായോ, അതിനിപ്പോൾ എന്താ ഞാൻ വാരി തരാലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവിയുടെ അമ്മ ഫുഡ് ഇങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും പല്ലവീനെ അവർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, കാര്യം തന്നെയാണ്, എങ്കിലും ഒരു അമ്മയ്ക്ക് ഇങ്ങനെ അപവാദങ്ങളൊക്കെ കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സങ്കടമാണ് നമ്മുടെ പല്ലവിയുടെ അമ്മ അവിടെ തീർത്തതും ആ ഒരു വിഷയം അങ്ങോട്ട് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ സ്വാധീനയാണ് കേട്ടോ, മാധവന്റെ മകളെ. അങ്ങനെ മാധവന്റെ മകൾ ആരെയോ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഭയങ്കര ക്ഷീണമായിടാ എനിക്ക്, ഞാൻ ഒന്ന് കിടന്നോട്ടേടാ, ഭയങ്കര ബാക്ക് പെയിനും ഉണ്ട്, ഞാൻ നാളെ വിളിക്കാൻ കേട്ടോ നീളാ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കിടക്കാൻ വേണ്ടി കട്ടിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് നീണ്ടു നിവർന്ന് നമ്മുടെ സേതു അവിടെ കിടക്കുന്നു. ഇത് കണ്ടിട്ട് കലിച്ചു നിൽക്കുന്ന സ്വാധീനം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനി നമുക്ക് നാളത്തെ കുറച്ച് പ്രമോ കണ്ടാലോ, കുറച്ച് പ്രമോ കേട്ടാലോ. അപ്പൊ നാളെ കാണിക്കാൻ പോകുന്ന ചെറിയൊരു രീതിയിൽ പ്രമോ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ പല്ലവി സേതുവിനെ വിളിക്കുകയാണ്. അപ്പൊ സേതുവിനെ പല്ലവി വിളിക്കുന്ന വേറൊന്നിനുമല്ല, പല്ലവിക്ക് എവിടെയോ പോകണം, അപ്പൊ കൂട്ടി ചെല്ലാൻ വേണ്ടിയാണ് സേതുവിനെ വിളിക്കുന്നത്. അപ്പൊ അവിടെ കോൾ എടുക്കുന്നത് സേതു അല്ല, സേതുവിന്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ. മൂത്ത പെങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മാധവന്റെ മൂത്ത മകള് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെ ഞാൻ പല്ലവിയാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. മറുഭാഗത്ത് നമ്മുടെ പല്ലവിക്ക് അറിയത്തില്ല നമ്മുടെ സേതുവിന്റെ അല്ല മാധവന്റെ മൂത്ത മകളാണെന്ന് അറിയത്തില്ല. ഏതായാലും ഫോൺ ഇങ്ങനെ എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ സേതു വന്നത്. അപ്പൊ സേതു വന്നപ്പോഴത്തേക്ക് നീ എന്തിനാണ് എന്റെ ഫോൺ എടുക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ബെല്ലടിച്ചപ്പോ എടുത്തതാ. അല്ല ഏട്ടാ, ആരാ ഈ പല്ലവി, അതിപ്പോ ആരാണെന്ന് നീ എന്തിനാ അറിയണത്? അതെ ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങളിൽ കയറി ഇടപെടാൻ ഞാൻ ആർക്കും അവകാശം തന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്നിട്ട് അങ്ങ് പോയി. അപ്പോഴേക്കും നമ്മുടെ മാധവന്റെ മൂത്ത മകൾക്ക് എന്തൊക്കെയോ ഒരു ചെറിയ സംശയം തോന്നി കേട്ടോ. ഇത് ഗേൾ ഫ്രണ്ട് തന്നെയാ, ഇത് ഉറപ്പാ, ഇത് ഗേൾ ഫ്രണ്ട് ആയിരിക്കുന്നത്. അപ്പൊ മാറി നിന്ന് നമ്മുടെ സേതു സംസാരിക്കുന്നുണ്ട് പല്ലവിയോട് സംസാരിക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയും ചിരിച്ചും കളിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. അത്രയും നേരം മസിൽ പിടിച്ച നമ്മുടെ സേതു മസിലൊക്കെ വിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നു. അപ്പൊ തന്നെ മനസ്സിലായി മാധവന്റെ മൂത്ത മകൾക്ക് ഇത് ഏട്ടന്റെ ലവർ തന്നെയാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇവര് തമ്മിൽ സംസാരിക്കുന്നതും കാണിക്കുന്നുണ്ട്. നമ്മുടെ പല്ലവി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ സേതുവിനെ വിളിക്കുന്നു. സേതു വരാമെന്ന് പറയുന്നു, എവിടെയോ പോകാൻ വേണ്ടി വരാമെന്നൊക്കെ പറയുകയാണ്. അപ്പൊ ആ ഒരു സീൻ കാണിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്രമോയിൽ വന്നിരിക്കുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സേതു വയറ് നിറച്ചു കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടെയുള്ള ഉപ്പുമാവൊക്കെ കൂട്ടി വയറ് നിറച്ച് കഴിക്കുക. അപ്പൊ അവിടെ വേറെ ആർക്കും ഇല്ല. പിന്നെ സേതു കുറെ അങ്ങ് കഴിച്ചു. അപ്പോഴത്തേക്കും അതിന് പിന്നെയായി അവിടെ വഴക്ക്. നമ്മുടെ ഋതികയും സ്വാതിയൊക്കെ ചേർന്ന് ഭയങ്കര വഴക്ക്. സ്വാതി പറഞ്ഞു ഇതെന്താ എനിക്ക് വിശന്ന് വയറ് കത്ത്, ഇപ്പൊ ഒരു ശകലം പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാക്കുന്ന ആ ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ.